പാലക്കാടിന്റെ ആ ചൂട് കാറ്റ് ഇത്തവണ ആർക്ക് അനുകൂലമാകും? ചൂടില്ലാതെ നമുക്ക് പറ്റില്ല. അതാണ് പാലക്കാട് 2 മണ്ഡലങ്ങൾ മാത്രമാണ് നിലവിൽ UDF-നോടൊപ്പം ഉള്ളത്. പാലക്കാടും അതിനൊപ്പം മണ്ണാർക്കാടാണ്. ഒരു മണ്ഡലമായി നമ്മുടെ ഹെലികോപ്റ്റർ വരുന്നത് ഞാൻ വിചാരിക്കുന്നത് പാലക്കാട് തന്നെയാണ്. പാലക്കാടാണ്. കുത്തൊഴുക്കായിരുന്നു. അതിനുശേഷം അല്ലെ ഒരു രമേശ് പിഷാരടി, NMR റസാഖ്, ശോഭാ സുരേന്ദ്രൻ, UDF-ന്റെ ആ ഒരു പ്രതീക്ഷ. അപ്പുറത്തല്ലേ ബിരിയാണി, നല്ല റാവുത്തർ ബിരിയാണി നമ്മൾ പോയി കഴിച്ചു. പിന്നെ അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ BJP ഇത്തവണ പാലക്കാട് വഴി അക്കൗണ്ട് തുറക്കുമോ എന്ന് കൂടി അറിയണം. പക്ഷെ അവസാന നിമിഷത്തെ ചില വിവാദങ്ങളൊക്കെ തിരിച്ചടിയായിട്ടുണ്ടെന്ന് കരുതുമ്പോൾ തരൂരിൽ PP സുമോദിന്റെ തരൂര് ഇത്തവണ KC സുബ്രഹ്മണ്യൻ തൂക്കിയെടുക്കുമോ അതോ സുരേഷ് ബാബു തട്ടിയെടുക്കുമോ എന്നുള്ളതാണ് അറിയുന്നത്. റെഡിയാക്കി വെച്ചിരിക്കുക. സമയമില്ല, നമ്മുടെ വമ്പൻ ടീം എത്താറായി. പ്രേക്ഷകർ ഇനി ഞങ്ങളുടെ സ്ക്രീൻ അങ്ങ് മാറി മറിയാൻ ചിറ്റൂരിൽ മുരുകദാസ് ചിറ്റൂര് കൊണ്ടുപോകും. ഉമേഷ് അച്യുതൻ എടുക്കുമോ? പ്രണേഷ് രാജേന്ദ്രൻ തട്ടുമോ? അറിയാം. അപ്പോൾ അടുത്ത അപ്പോൾ ആരാണ് നമുക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്? പാലക്കാട് ചിത്രം പറയാൻ രോമാഞ്ച കഞ്ചികം. അപ്പോൾ ഇക്ബാലിനോടുള്ള ചോദ്യം, ഇക്ബാലെ അതിന് മുന്നേ പലരും നമ്മളോട് ചോദിക്കുന്നു, രാവിലെ തന്നെ ഇത്രയും ഒരു എനർജി, ഇത്രയും ഒരു ശബ്ദം, ഇതൊക്കെ വേണം. അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ പിന്നെ എന്നാണ് അതിനുള്ള ഉത്തരം? എന്താണത്? ഈത്തപ്പഴം. ഇക്ബാലിനോടുള്ള ചോദ്യം. അപ്പൊ ഇക്ബാൽ, എന്ത് സംഭവിക്കും ഇപ്പോ? സുരേഷ് അങ്ങോട്ട് പോകുന്നു, അതോടൊപ്പം PK ശശി അങ്ങോട്ട് പോകുന്നു. അപ്പൊ അത് ഇടതിനൊരു തിരിച്ചടിയാവുമോ? UDF ഏതെങ്കിലും തരത്തിൽ അനുകൂലമാവുമ്പോ BJP അക്കൗണ്ട് തുറക്കുമോ? പാലക്കാട് ഒറ്റപ്പാലവുമാണ് എന്റെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത്. മലമ്പുഴയിലൊക്കെ BJPക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു. ശശി എത്ര വോട്ടുകൾ പിടിക്കുമെന്ന്? അതാണ് PK ശശി ജയിക്കുന്നൊക്കെയാണ് പറയുന്നത്. ശശി ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ അനുകൂലമാവുമോ? സ്വാധീനമുണ്ട്. എത്ര ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പരസ്പരം ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇക്ബാൽ പറയും. ഏതായാലും പാലക്കാട്ടെ വിസ്മയം അത് കണ്ടറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ PK ശശിയും സുരേഷും എല്ലാം വിസ്മയങ്ങൾ തീർക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ പ്രകാരം അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും വലിയ മുന്നേറ്റങ്ങൾ തന്നെ ആ 2 മണ്ഡലത്തിലും നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷ. പക്ഷേ UDF ഇത്തവണ പാലക്കാട് ജില്ലയിൽ വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 7 മണ്ഡലങ്ങൾ ഇത്തവണ പാലക്കാട് നേടുമെന്ന് തന്നെയാണ് UDF ഏറ്റവും അവസാന ഘട്ടത്തിൽ അവർ കണക്കുകൂട്ടി വെക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ 10 സീറ്റുകൾ LDF-നൊപ്പം നിന്ന ജില്ലയാണ്. പക്ഷേ ആ 10 സീറ്റുമായുള്ള ഇടത് കോട്ട എന്നുള്ള ഒരു ചിത്രമെല്ലാം പാലക്കാട് ഇത്തവണ മാറി മറിയും എന്നുള്ളതാണ് UDF നേതാക്കളെല്ലാം ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. 7 സീറ്റ് അത് കൃത്യമായി തന്നെ തങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാക്കാൻ ഇത്തവണ തങ്ങൾക്ക് കഴിയുമെന്നൊരു പ്രതീക്ഷ UDF നേതാക്കൾ പറയുന്നു. പക്ഷേ ഇടതിന് ഒരു രീതിയിലും ആശങ്കയില്ല എന്നുള്ളതാണ് ഇടത് നേതാക്കൾ പാലക്കാട് പറയുന്നത്. ഇത്തവണ 10 സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. മാത്രമല്ല പാലക്കാടും മണ്ണാർക്കാടും ആർക്കൊപ്പമാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നമ്മുടെ മുതിർന്ന ജേർണലിസ്റ്റ് നമ്മുടെ രജദീപ് സർദേശായി റിപ്പോർട്ടറിന്റെ സ്റ്റുഡിയോയിലും വന്നിരുന്നു കേട്ടോ. അദ്ദേഹം കേരളത്തിന്റെ പൾസ് അറിയുന്നതിന് വേണ്ടി കേരളത്തിൽ എല്ലായിടത്തും യാത്ര ചെയ്തിരുന്നു. അപ്പോൾ റിപ്പോർട്ടറിന്റെ സ്റ്റുഡിയോയിലും വന്നിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യ ടുഡേയുടെ സ്ക്രീൻ കാണുമ്പോൾ അദ്ദേഹം നല്ല അതെ, അതെനിക്ക് തമിഴ്നാടിന്റെ കൂടി തമിഴ്നാട് കേരളവും കണക്കാക്കിയായിരിക്കും. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന വലിയ ആകാംക്ഷയുണ്ട് ദേശീയ ചാനലുകൾക്കൊക്കെ തന്നെയും. അപ്പൊ നമുക്കും ആകാംക്ഷയുണ്ട്. നമ്മുടെ അന്തു എവിടെ പോയി? അന്തു വലിയ എന്തോ ഒരു സജ്ജമാക്കാൻ പോയിരിക്കുകയാണ്. നമ്മുടെ ഒരു അതെ, നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി പോകണം. ആലപ്പുഴയുടെ അമരത്താര് എന്നത് തന്നെയാണ് ചോദ്യം. അവിടെ ശ്രദ്ധേയമായ മണ്ഡലമാണ് അമ്പലപ്പുഴ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിനപ്പുറം ഇത്തവണ തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോളുകളുടെ വലിയ ആത്മവിശ്വാസം. നമ്മൾ ആലപ്പുഴയിലേക്ക് പോയാൽ അവിടെ PP ചിത്തരഞ്ജൻ ഉണ്ട്. വലിയ ഇളക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിത്തരഞ്ജൻ അവിടെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ്. MJ ജോബ് വലിയ ചർച്ചയായതാണ്. റാംഷയുണ്ട്. റാംഷ, അമ്പലപ്പുഴ ഉൾപ്പെടെ മണ്ഡലങ്ങൾ വലിയ ആകാംക്ഷയാണ് ഇക്കുറി ആലപ്പുഴയിൽ. ആലപ്പുഴ ഉണർന്നോ? നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? കൗണ്ടിംഗ് സ്റ്റേഷനുകളിലൊക്കെ എന്താണ് ചിത്രം? വിനീത, ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് HSന് മുമ്പിലാണ്. ഇവിടെ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേതാക്കന്മാർ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളോ നേതാക്കന്മാരോ ആരും എത്തിയിട്ടില്ലെങ്കിലും അവരുടെ ഏജന്റുമാരൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അരൂര്, ചേർത്തല, ആലപ്പുഴ അങ്ങനെ 3 മണ്ഡലങ്ങളുടെ കൗണ്ടിംഗ് സ്റ്റേഷനാണ് ഈ സെന്റ് ജോസഫ്
സ്കൂൾ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് അമ്പലപ്പുഴ. അവിടെ ജി സുധാകരൻ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായി അമ്പലപ്പുഴയിലെ മത്സരം മാറുകയാണ്. കുട്ടനാട് വലിയ മത്സരം നേരിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുട്ടനാടിനെ സംബന്ധിച്ച് അവിടെ LDFന് മണ്ഡലം LDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ഉള്ളത്. അങ്ങനെ വലിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ ആണ് ആലപ്പുഴയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. നിലവിൽ 2021 തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയൊക്കെ ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുമ്പോഴും എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. വിനീത, സമയം എത്രയായി? 6 മണിയായി കഴിഞ്ഞു. 6:06 നമ്മുടെ റൂം തുറക്കാറായി അല്ലേ? അതെ, എന്തായാലും ഉദ്യോഗസ്ഥരെത്തും, അത്രയും ഏജന്റുമാരെത്തും, സ്ഥാനാർത്ഥികളെത്തും. ടിപ് 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 എന്ന് പറഞ്ഞിങ്ങനെ ഒപ്പം ആരെത്താറായി? നമ്മുടെ വലിയൊരു ടീം എത്താൻ പോവുകയാണ്. ഇനി ഈ സ്ക്രീൻ അങ്ങ് മാറി മറിയും. അതെ, നമ്മുടെ മാജിക് സ്ക്രീനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ എഡിറ്റോറിയൽ ടീം ഫുൾ എനർജിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയാലോ? സ്മൃതി പരുത്തിക്കാടും മാധു സജിയും നമ്മുടെ സ്വന്തം സുനിൽ കനകോലും PR സുനിലും എത്തിയിട്ടുണ്ട്. വലിയ പോരാട്ടമായിരിക്കും തീ പാർമി ഫ്ലോറിൽ എന്ന കാര്യത്തിൽ ഉറപ്പാണ്.